എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ലീഡ് നേടുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ മുഖ്യമന്ത്രി. ഈ കപ്പൽ ആടി ഉലയുകയില്ല. ഇതിനൊരു കപ്പിത്താനുണ്ട്. കപ്പിത്താനായി ക്യാപ്റ്റനായി ശ്രീ പിണറായി വിജയൻ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ എല്ലാവരും പറയുന്നു പിണറായി വിരുദ്ധ വികാരം CPM തന്നെ ഉണ്ട് എന്നും CPI അത് പിണറായിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല, കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നും പിണറായിയുടെ അപ്രമാദിത്വവും ധാർഷ്ട്യവും എല്ലാം മുന്നണിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു, അതൃപ്തി ഉണ്ടാക്കുന്നു എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിനെല്ലാം വകവയ്ക്കാതെ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും CPM നിലപാട് എന്താണ്? പിണറായി വിജയൻ തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പിണറായി ആരാണിത് തീരുമാനിക്കുന്നത്? പിണറായി ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തിരുവനന്തപുരം നഗരസഭ BJP കൊണ്ടുപോയി. 50 വർഷത്തിലേറെയായി LDFന്റെ കയ്യിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് തന്നെ 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDFന് അവരുടെ വോട്ട് വിഹിതവും സീറ്റ് നിലയും കൂട്ടാൻ കഴിഞ്ഞു. കേരളം മുഴുവൻ പരിശോധിച്ചാലും UDF നില, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ ഉള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്താൻ UDFന് കഴിഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസിന് കഴിഞ്ഞു. ഈ 2 ടേണിലും LDF സർക്കാരായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ജനമനസ്സുകളിൽ നിന്ന് അകന്നുപോയി. ഇനി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസിന് വിജയം കൊയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ നിന്നേ ഇല്ലാതാകും, കോൺഗ്രസ് വംശനാശം സംഭവിക്കും എന്നൊക്കെ കൊട്ടിഘോഷിച്ചവർക്കുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഇപ്പോൾ ഈ UDFന്റെ വിജയം. അപ്പോൾ എന്നിട്ടും വിലയിരുത്തലുണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ്. അപ്പോൾ എന്നിട്ടും CPMനെ ഈ പിണറായി തന്നെ ഇനിയും നയിക്കും എന്ന് പറയാൻ എന്തായിരിക്കും പ്രചോദനമായിരിക്കുക? ചേച്ചി, എനിക്ക് തോന്നുന്നത് CPMനെ ഇനി ആര് ഭരിക്കും, പിണറായി അല്ലെങ്കിൽ അടുത്തത് ആര് എന്നൊരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്, പിണറായി അല്ലെങ്കിൽ ആരെ കൊണ്ടുവരും. അപ്പോൾ അതൊരു കാരണം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ അല്ലെങ്കിൽ ആരായിരിക്കും നയിക്കാൻ പറ്റുന്ന ഒരാൾ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വിജയിച്ചു അല്ലെങ്കിൽ പാർട്ടി വിജയിക്കുമ്പോൾ അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള വിജയമാണ്. ഒരിക്കലും അത് ഒരു നേതാവിൽ ഒതുങ്ങാറില്ല. സാധാരണ ഇപ്പം അച്യുതാനന്ദന്റെ സമയത്താണെങ്കിൽ നമ്മൾ പറയുമെങ്കിൽ പോലും പാർട്ടിക്ക് അകത്തു നിന്നും മറ്റാരും പറയില്ല. അല്ല, കടലിൽ തിരമാലകൾ ഉണ്ടാകും, ആ കടൽ വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ടുവന്നാൽ ആ ബക്കറ്റിൽ തിരമാലകൾ ഉണ്ടാകില്ല എന്നാണ് BSനെ പരാമർശിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അത് പിണറായിയുടെ കേസ് വരുമ്പോൾ മാറിമറിയും. അതായത് കടലിലെ തിര ബക്കറ്റിൽ എടുത്താലും അതിന് വളരെയധികം തിരമാലകൾ ഉണ്ടാകും എന്നൊരു ആറ്റിറ്റ്യൂഡല്ലേ ഇപ്പൊ ഇവിടെ കാണുന്നത്. ആണ് കാര്യം. ചേച്ചി, നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്നത് നിലവിൽ ഒരു ഏകാധിപതിയാണ്. അത് പാർട്ടിക്കായാലും സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന തലത്തിലായാലും. ഈ പറയുന്ന പോലെ ആദ്യം പിണറായി സർക്കാർ വരുന്നു, രണ്ടാമത് സീറ്റ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. എന്താണ്, വലിയൊരു 9-10 സീറ്റോളം ഉയർത്തിയാണ് 99 സീറ്റോടുകൂടി ഇവർ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം എന്താണ്, തുടർഭരണം കിട്ടിയപ്പോൾ ഇവർക്കൊരു അഹങ്കാരം, ഒരു ധാർഷ്ട്യം, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, CPI എന്ന് വന്ന വിമർശനമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഡിസ്കഷന്റെ കീഴിൽ ഒരു കമന്റ് കണ്ടായിരുന്നു, ഇവളുമാരുടെ വിചാരം രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ചിട്ടിരിക്കുകയാണെന്ന്. അതിന് അരച്ചു കലക്കി കുടിക്കണം. നമ്മളിപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, സാധാരണ ജനങ്ങളുടെ ചിന്തകൾ നമ്മൾ ഇതിൽ പങ്കുവെക്കുന്നു. അതിന് അരച്ചു കലക്കി കുടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനുള്ള അവകാശം നമുക്കില്ലേ? അത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ല, അതിപ്പോ നമുക്കറിയില്ല അങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് ആരാണെന്ന്. അത് എന്തായാലും ഈ നമ്മൾ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് സഹിക്കാൻ അതിന്റെ അസഹിഷ്ണുത അവർ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഒന്ന് മനസ്സിലാക്കുക, യാഥാർത്ഥ്യ ബോധത്തോടെ ഈ രാഷ്ട്രീയത്തെ ഒന്ന് കാണുക. അതിനിപ്പോ 1950 ഇവിടെ എന്ത് സംഭവിച്ചു, 78 ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണാപ്പാഠം പഠിച്ച് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. അല്ല, ഇപ്പൊ നിലവിൽ CPMഉം CPIയും തമ്മിൽ ഒരുമിച്ച് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാര്യം PM-ശ്രീയുടെ വിഷയത്തിൽ CPI ഒരു നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ അന്നും കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി CPI എടുക്കുന്ന നിലപാടായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു CPI എടുക്കുന്ന നിലപാടുകളായിരിക്കും കുറച്ചുകൂടി ശരിയെന്ന് തോന്നുന്നു. അത് ഇപ്പോഴെന്നല്ല, എല്ലാ കാലത്തും CPI കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള, അതായത് ആ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജനപക്ഷത്തിൽ നിന്നുള്ള നിലപാടുകളാണ് എന്നും CPI ഉൾക്കൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ തന്നെ എന്താണ് പറഞ്ഞത്, ബിനോയ് വിശ്വം പറഞ്ഞത്, താനായിരുന്നുവെങ്കിൽ എന്താണ് കാണുമ്പോൾ ചിരിക്കും, കൈകൊടുക്കും, സംസാരിക്കും, അതിനപ്പുറം തന്റെ വാഹനത്തിലൊപ്പം കയറ്റിക്കൊണ്ടുവരില്ല. അതിൻ്റെ അകത്തൊരു ന്യായമുണ്ട്. കാര്യം കേരളത്തിൽ ഇത്രത്തോളം വർഗീയത പറയുന്ന ഒരാളെ ഒപ്പം കൂട്ടുന്നത് ഇവരുടെ വോട്ട് ബാങ്കുകളെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ വോട്ടുകളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഉറച്ച അറിവിന്റെ പേരിലാണ്. അല്ലാതെ വെറുതെ ഇരുന്ന് പറയുന്നതല്ല ബിനോയ് വിശ്വം.
വോട്ടിന്റെ എന്നല്ല, അതെന്താ പറയുക, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് മതേതരത്വത്തിലാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് മതാന്ധത ബാധിച്ച ഒരാൾ വർഗീയ വിഷം വമിക്കുമ്പോൾ അയാളെ തലയിലേറ്റി നടക്കാൻ സ്വന്തം കാറിൽ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അവരുടെ എത്തിക്സിന് വിരുദ്ധമല്ലേ? അതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ. അപ്പോഴും വെള്ളാപ്പള്ളി ഒപ്പം കൂട്ടിയത് ശരിയെന്ന നിലപാടിലാണ്. തനി വഴി, അത്രേ ഉള്ളൂ. അതാണ് പിണറായി എന്ന് പിണറായി വിജയൻ തന്റെ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു ഇഞ്ച് പിറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പറയാം തെറ്റുപറ്റി. പിന്നെ ആ സമയത്ത് ആരോ ഒരാൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, എന്താണ്, പ്രായമായ ആളല്ലേ അതുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി ഒപ്പം കൂട്ടിയതെന്ന്. അപ്പോൾ പിന്നെ പ്രായമായ എത്ര പേരെ ഈ പറയുന്ന മുഖ്യമന്ത്രി ഒപ്പം കൂട്ടിയിട്ടുണ്ട്? എത്ര പേരോട് സൗമ്യമായി സംസാരിച്ചിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി? അപ്പോൾ അതൊന്നും ന്യായീകരണങ്ങളല്ല. ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി ഒപ്പം കൂട്ടിയത്, ആഗോള സംഘം അയ്യപ്പ സംഗമം നടത്തിയത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. PM ശ്രീ ഉൾപ്പെടെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ വീണ്ടും എന്താണ്, പിണറായി വിജയനെതിരെ ഒരു വികാരമുണ്ട്. വിരുദ്ധ വികാരത്തിനപ്പുറം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, അതിനെതിരെ ഒരു വികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോഴും വീണ്ടും പറയുന്നത് ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ്, ഇനി മറ്റൊരു ക്യാപ്റ്റൻ ഇല്ലാത്തത് കൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇനി ഭരണം വേണ്ടേ? കേരളത്തെ ഉപേക്ഷിക്കുകയാണോ? എങ്ങനെയാണ് കേരളത്തിന് ഇനി നമ്പർ 1 ആക്കിക്കൊണ്ട് പോകണ്ടേ? ഇങ്ങനെ വീണ്ടും ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിൽക്കുകയാണ് എങ്കിൽ, പിണറായി നയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതേ വികാരം ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇവര് ഇലക്ഷനെ നേരിടാൻ? CPM പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ലേ? MP ഗോവിന്ദൻ എന്താ പറഞ്ഞത്? നല്ലതാണ്, എന്താണ്, സർക്കാരിനെ പറ്റി നല്ല അഭിപ്രായമാണ് പൊതുജനങ്ങൾക്ക്. ഈ പറയുന്ന BJPയും കോൺഗ്രസും തെറ്റിദ്ധാരണ പടർത്തിയാണ് തങ്ങളെ പരാജയപ്പെടുത്തിയതെന്നാണ്. അവരിപ്പോഴും ആ പരാജയം പോലും അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് പരാജയപ്പെടുത്തിയ കാര്യങ്ങളെ പറ്റി പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും UDFും ഈ പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെയെല്ലാം ഇവർ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു പുതിയൊരു പരിപാടിയല്ല, മുമ്പ് ഉണ്ടായിരുന്നു. CPM CPIയുടെ നേതാക്കൾ വീടാന്തരം കയറി സ്വർണ്ണക്കൊള്ളയെ പറ്റി അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്നു. ക്യാപ്സ്യൂളുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നതാണ് അർത്ഥം. പാർട്ടി ക്ലാസ്സുകളിൽ വിതരണം ചെയ്യുമായിരുന്നു, പിന്നെ സൈബർ ഇടങ്ങളിൽ വിതരണം ചെയ്യുമായിരുന്നു. അത് ഇവരുടെ മറ്റേ കുറുവാ സംഘങ്ങൾ ഇവര് വാരി വിതറുമായിരുന്നു. ഇപ്പൊ അവര് വീടുകൾ തോറും. അപ്പൊ ഇതിനു മുമ്പ് ചേച്ചിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ശബരിമലയില് സ്ത്രീ പ്രവേശനം നടത്തി നവോത്ഥാനം നടത്തി ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവരാണ് വീടുകൾ കയറി പറഞ്ഞത്. അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റാണ്, കനലൊരു തരി ആലപ്പുഴയിൽ മാത്രമായിരുന്നു. അവരാണ് വീണ്ടും അതേ ടെക്നിക്കുമായി പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്നതെന്ന്. ഇനി ഈ പറയുന്ന പോലെ പിണറായി വിജയൻ നയിച്ചാൽ ഈ പാർട്ടി പിണറായി വിജയൻ അല്ലെങ്കിൽ ആരും എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടായിരിക്കണം വീണ്ടും പിണറായി വിജയനെ തന്നെ ഇവർ രംഗത്തിറക്കുന്നത്. എന്താണ്, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ഒപ്പം ചേർത്ത് പിടിക്കും. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. മറുവശത്ത് കർണാടക പോലെയുള്ള സ്ഥലത്ത് തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി AR റഹീം ഉൾപ്പെടെ ഉള്ളവർ കർണാടക പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്താനും നോക്കും. എന്താണ്, കഷത്തിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിരുന്നത് കിട്ടിയതും ഇല്ലാത്ത അവസ്ഥയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോകുന്നത്. അല്ല, മറ്റൊരു സംശയം എനിക്ക് തോന്നുന്നതാണ്, എനിക്കറിയില്ല അതിലെത്രത്തോളം നമ്മുടെ ഒരു ഊഹം പറയുകയാണ്. കാരണം കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൽ മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ ഇവിടെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം ഒരു മരുമകനായതുകൊണ്ട് മരുമക്കത്തായമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത പിണറായി കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് പിണറായിക്കുള്ള ഉത്തരം മുഹമ്മദ് റിയാസും. എന്നാൽ പാർട്ടി അത് അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ ഞാൻ തന്നെ ഇനി ഇരുന്നോളാം എന്ന മട്ടിൽ പിണറായി തന്നെ ഇരുന്നാൽ മതി എന്ന ഒരു തീരുമാനം. കാരണം മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയോറിറ്റി ഉള്ള ആൾക്കാർ ഒരുപാട് പേർ CPM-ൽ ഉണ്ട്. ഇപ്പൊ MA ബേബി ആയാലും ഡോക്ടർ തോമസ് ഐസക് ആയാലും അങ്ങനെ ഒരുപാട് നിരവധി പേർ ഉണ്ട്. ആ സാഹചര്യത്തിലും ചിലപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പേര് മുഖ്യമന്ത്രി ഉയർത്തി കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓപ്ഷൻ A പിണറായി വിജയൻ, ഓപ്ഷൻ B മുഹമ്മദ് റിയാസ്, ബസർ അമർത്തു എന്ന് പറയുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അപ്പൊ ഏത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്ഷൻ C ഇല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പിത്താനായി ഈ കപ്പലിന് എത്ര കാലം ഓടും എന്നുള്ളത് കണ്ടറിയണം.